പാലമരം ഉണ്ടായിരുന്നു. പാലമരത്തിന്റെ ചോട്ടിലാണ് അവർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. മേ ബി അവിടെ നിന്ന് കയറിയതാവാനും. മോളെ നീ അവളെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ട്. കാരണം ഇവള് പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ അവളെ കൊല്ലും, നീയാണ് ഇതിനൊക്കെ കാരണക്കാരി, നിന്നെ ഞാൻ തീർക്കും ആദ്യം, എന്നിട്ടേ ഞാൻ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ കിട്ടിയ സാധനമൊക്കെ വെച്ച് എന്നെ എടുത്തെറിയാൻ നോക്കുക. ഈ കുട്ടിയുടെ ദേഹത്ത് 2-3 സോൾ ഉണ്ട് എന്നാണ്, അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെ, കാരണം അതിന് വിശ്വസിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിന് എനിക്ക് തള്ളിക്കളയാനും പറ്റില്ല. നിന്ന നിപ്പിലാണ് ആ കുട്ടി ആ എനർജി അനിയനിലേക്ക് പാസ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന ദിവസം അവൾ നല്ല വയലൻ്റായി, അവൾ ബോധം കെട്ട് വീണ്. കുറച്ച് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. ചിലപ്പോൾ 2-3 തവണ ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അവൾ നിന്ന നിപ്പിൽ അവൾ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് മേലേക്ക് അങ്ങോട്ട് കയറിപ്പോവും. അവരുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മക്കൾ നാളെ ഇരുന്ന് കരയും. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവരുടെ അമ്മ മരിച്ച അവർ കരയില്ലേ എന്നാണ് ഇവളെന്നെ സ്വയം പറയാണ്. നീയോ ഇരുന്ന് കരയും. ഈ ആത്മാക്കള് എന്ന് പറയുമ്പോൾ പൊതുവേ ഉണ്ടാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടുപോയ ഒരു ദേഹി, അല്ലെങ്കിൽ അതാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു രീതിയിൽ ഇപ്പോൾ ഈ എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഇത് കൂടോത്രം കൊണ്ടുണ്ടായ ഒരു നെഗറ്റീവ് എനർജിയാണ് ആ പെൺകുട്ടീനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അതും എന്താ, അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ കുട്ടിയെ ബാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഉഗ്രമൂർത്തികളെ കയറ്റിവിടുക എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുമ്പ് പറഞ്ഞ ആ പെൺകുട്ടി ഇതേപോലെ ഞാൻ റിവീൽ ചെയ്തു ഇങ്ങനെ കുട്ടിയുടെ ദേഹത്തുണ്ട്, അവളുടെ ഉമ്മർ തന്നെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അദ്ദേഹം അവളുടെ ഭർത്താവ് അവളെ മാറ്റി നിർത്തിയതിന് ശേഷം പറഞ്ഞു, ചേച്ചി ഇന്ന പോലെയൊക്കെ ഉണ്ട്, ഇവൾ എന്നെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ചില സമയത്ത് എടുത്തിട്ട് ദേഹോപദ്രവം ചെയ്യാറുണ്ട്, പക്ഷെ എനിക്കിത് അറിയുന്നത് കൊണ്ട് ഞാനത് എന്താ പറയുക അംഗീകരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അത് പോയിട്ടില്ല. മുമ്പ് ഇവർ ഇതിനു വേണ്ടി കുറേ ലക്ഷങ്ങളൊക്കെ മുടക്കി പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ എന്തെങ്കിലും അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്, ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ വീണ്ടും ഇവർ ആവാഹിച്ച് കയറ്റിയതായിരിക്കാം. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അതായത് എൻ്റെ ഒരു അറിവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മദർ ഇൻ ലോ പറഞ്ഞ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവരുടെ ഫാമിലി എല്ലാവരും വന്നു കേട്ടോ. അപ്പം മദർ ഇൻ ലോ പറഞ്ഞത് ഈ കുട്ടി പ്രായപൂർത്തിയായി ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് നന്നായിട്ട് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി ഈ മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ വെച്ച് പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് ഋതുമതി ആവുന്ന ആ ഒരു പീരീഡിൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി, ഇവരുടെ നാടെന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഒരു റിമോട്ട് ഏരിയയിലാണ്. ഞാൻ സ്ഥലം ഒന്നും സ്പെസിഫിക് ആയി, കൊല്ലങ്കോട് ഏരിയ, അങ്ങനെ അറിയാലോ, കൊല്ലങ്കോട് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലമാണ്. അവിടെ ഫോട്ടോഷൂട്ടിന് പോയതാണ്. പക്ഷെ അവിടെ ഒരു പാലമരം ഉണ്ടായിരുന്നു. പാലമരത്തിന്റെ ചോട്ടിലാണ് അവർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തത്. മേ ബി അവിടെ നിന്ന് കയറിയതാവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ സാധ്യതകളാണ്. നമ്മളിതിങ്ങനെ പറയുമ്പോഴാണ് ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇത് സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയാണെന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് പാലയിൽ യക്ഷിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മേ ബി അതെന്തെങ്കിലും ആയിരിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് നമ്മൾ ഗംഗാമേനെ, ഉഗ്രമൂർത്തികളെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഗംഗാമേനെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഗംഗാമ്മ അങ്ങനെ പറഞ്ഞു എന്നോട്, മോളെ നീ അവളെ ഒന്ന് ശ്രദ്ധിക്കണം, അവൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ട്. കാരണം കാണാക്കൺമണി മൂവി കണ്ടിട്ടുണ്ടോ? അതിലെന്താ ആ കുട്ടിയുടെ, അതായത് മരിച്ചുപോയ ശിവാനി എന്ന് പറഞ്ഞ കുട്ടിയുടെ ക്യാരക്ടർ ഈ അനഘ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ ദേഹത്താണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ദേഹത്തിനെയാണ് നശിപ്പിക്കാൻ നോക്കുന്നത്. ഗംഗയാണെങ്കിലും നാഗവല്ലി ആണെങ്കിലും, നാഗവല്ലി ഇരിക്കുന്നത് ഗംഗയുടെ ദേഹത്താണ്. ഗംഗനെയാണ് അത് അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു കാര്യം കേട്ട് നമ്മുടെ മൈൻഡിലേക്ക് അങ്ങനെ ആവുകയാണ്. അതെ, ആണെന്ന് വിചാരിക്കുകയാണ്. അതെ, ഈ കുട്ടിയും ഇത് കേട്ടതിന് ശേഷമാണ് ഇവളിൽ ഒരുപാട് മാറ്റം വന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അവളൊന്ന് സൂക്ഷിക്കണം, മേലേക്കൊന്നും പോവാൻ പാടില്ല, അതായത് അപ്സ്റ്റേറിന്റെ മേലെ കയറി പോവാതൊക്കെ നോക്കണം. അറിയുന്നവരെ അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ, അതായത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ ഷൂട്ടിങ്ങിന് വരികയാണ്. പക്ഷെ ആ ദിവസം അവൾ നല്ല ഞാൻ കഴിഞ്ഞ ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന ദിവസം അവൾ നല്ല വയലൻ്റായി, അവൾ ബോധം കെട്ട് വീണ്. അവൾ തിരുവാതിരയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവൾ ബോധം കെട്ട് വീണ് അവൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ടും ഇതേപോലുള്ള പ്രശ്നം, അവൾ വയലൻ്റ് ആയിപ്പോയി. കാരണം ഇവൾ
ലാലേട്ടൻ പറയണ്ടല്ലോ, അവള് അത് തിരിച്ചറിയുന്ന നിമിഷം ഓവർകം ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറയാതെ സൈക്കോളജി പരമായിട്ട് നോക്കിയാൽ മതി. മേ ബി ഇവളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളായിരുന്നിരിക്കാം. ഇത് ബാധാന്ന് കണക്ട് ചെയ്യുന്നതിനേക്കാളും അങ്ങനെ പറയുന്നതും ശരി തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവള് പിന്നെ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഓടി വരും. ചേച്ചി എന്താ കറി വെച്ച്, എന്താ രാവിലെ ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും. ഞാൻ ഇന്നതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയും. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇതേ ചോദ്യങ്ങൾ തന്നെ ചോദിക്കും. ചിലപ്പോൾ 2-3 തവണ ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ അവൾ നിന്ന നിപ്പിൽ അവൾ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് മേലേക്ക് അങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ ആരെങ്കിലും പോയി അവളെ അവിടെ പോയിട്ട് പിന്നെ അവളുടെ പേര് വിളിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കുലുക്കി അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവളിങ്ങനെ നോക്കിയിട്ട് എന്താ സംഭവിച്ചത് അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും ആ സിനിമ ലൈവായിട്ട് കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ, മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ ലൈവായിട്ട് കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഈ കുട്ടി വന്ന് അമ്മ ഒരു ഡേറ്റ് തന്നു, ആ വാഹനത്തിന് വേണ്ടിയിട്ടൊരു ഡേറ്റ് തന്നു. അവിടെയും ഒരുക്കങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ഡേറ്റ് തന്നു. പക്ഷെ അതിൻ്റെ അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അമ്മ തന്ന ഡേറ്റ് ശനിയാഴ്ചയ്ക്കാണ്. ഈ വെള്ളിയാഴ്ച എന്നുള്ള ദിവസം രാത്രി ഇവള് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ അവളെ കൊല്ലും. അതായത് ഇവളെന്നെ പറയാണ്, ഇന്നത്തെ ദിവസം അവളെ കൊല്ലും, നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ഹസ്ബൻഡിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പം ആ ദിവസം 12 മണി, ഈ വെള്ളിയാഴ്ച പറഞ്ഞ സമയമായതും ഇവളുടെ ഹസ്ബൻഡ് എന്നെ ഫോൺ ചെയ്യാണ്. ചേച്ചി ഒന്ന് മേലേക്ക് വരുമോ, ഭയങ്കര വയലൻ്റ് ആയിരിക്കും. ഞാൻ എൻ്റെ ഇടയിൽ അമ്മയുടെ പ്രസാദം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കുങ്കുമം. കാരണം ഇത് വരുന്ന സമയത്ത് അത് അവൾക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊന്ന് തൊടുന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ ചിലപ്പോൾ അത് തൊട്ട് കഴിഞ്ഞ് അവൾ സൈലൻ്റ് ആയി. ഈ കുങ്കുമം അവളുടെ സിരസിൽ, ഞാൻ ശരിക്കും അത് കൊണ്ടുപോയ കുങ്കുമം എവിടത്തെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പറയെടുപ്പുണ്ട്, താലപ്പൊലി ഉണ്ടായിരുന്നു. താലപ്പൊലിയിൽ നിന്ന് ഭഗവതി, അതായത് എടത്തരികത്തമ്മ അഭിഷേകം ചെയ്ത കുങ്കുമമാണ് ഞാൻ പ്രസാദമായിട്ട് കൊണ്ടുപോയിട്ട് അവളുടെ ദേഹത്ത് തൊടാൻ പറഞ്ഞിട്ടുണ്ട്. അത് തൊട്ട് കഴിഞ്ഞാൽ അവൾ സൈലൻ്റ് ആവും. പക്ഷേ ഈ ഒരു ദിവസം അത് തൊട്ടിട്ടൊന്നും അവൾ അടങ്ങണില്ല. അപ്പോൾ വേഗം ഞാൻ മേലെ പോയി നോക്കിയപ്പോൾ ഇവളെങ്ങനെ പറയാം, നീയാണ് ഇതിനൊക്കെ കാരണക്കാരി, നിന്നെ ഞാൻ തീർക്കും ആദ്യം, എന്നിട്ടേ ഞാൻ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ കിട്ടിയ സാധനമൊക്കെ വെച്ച് എന്നെ എടുത്തെറിയാൻ നോക്കുക. നീയാണ് ഇതിനൊക്കെ പ്രശ്നക്കാരെ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് ഇവളെ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരാം. അവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, ഞാൻ ഒരു സോൾ അവരുടെ ദേഹത്തുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൊടുത്തത് ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് ശത്രു. മറ്റേ ഇതെടുക്കുകയാണെങ്കിൽ ഏതാ നമ്മുടെ ശങ്കരൻ തമ്പിയായിട്ട് മാറുന്നത് ലാലേട്ടനാണ് തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലോ. ആ ഒരു കാലിങ്ങനെ, പിന്നെയാണത് നകുലനാണെന്നൊക്കെ മാറും. പക്ഷെ തമിഴ് സിനിമ ചന്ദ്രമുഖിയിൽ രജനീനെ തന്നെയാണ് ആ ഒരു സോള് കൊല്ലാൻ പോകുന്നത്. അത് രജനീകാന്താണ് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് രജനീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചന്ദ്രമുഖി അത് ചെയ്യുന്നത്. പലരും പറയുന്ന കേട്ടിട്ടുമുണ്ട് ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സോളിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് ഒരു പബ്ലിക് സൊസൈറ്റിയിലേക്ക് ആരോ ആണോ പറഞ്ഞു കൊടുക്കുന്നത്, അവരോടായിരിക്കും ഏറ്റവും ദേഷ്യം. ഇപ്പൊ ഒരു എനിക്കത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഒരു പ്രശ്നം വന്നപ്പോൾ ഈ കുട്ടി എന്നെ കൊല്ലാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നിന്ന് അവിടുന്ന് പ്രൊട്ടക്ഷനൊക്കെ ഇട്ടിട്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വേഗം മാസ്റ്ററെ വിളിച്ചു, വിനോദ് സാറെ വിളിച്ചു. അപ്പോൾ ആള് പറഞ്ഞു, താൻ അവളുടെ ഫോട്ടോ ഒന്ന് അയക്കിന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. മാഷ് അപ്പോൾ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ട്, നീ ഇനി പോണ്ട അങ്ങോട്ട്, അവർ എന്താ വെച്ചാൽ ശാന്തമായിക്കോളും, നീ പോണ്ടാന്ന് പറഞ്ഞിട്ട് നീ ജപിച്ചിട്ട് കിടക്ക് എന്ന് പറഞ്ഞ് മാഷ് എന്നോട് പറഞ്ഞു. ഞാൻ അതിനനുസരിച്ച് കിടന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഈ കുട്ടിയുടെ ദേഹത്ത് 2-3 സോൾ ഉണ്ട് എന്നാണ്, അതായത് ഈ നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ കുടുംബക്കാരൊക്കെ വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ ബ്രദറും ഉണ്ടായിരുന്നു. ഈ ബ്രദറിൻ്റെ ദേഹത്തേക്ക് ഒരെണ്ണത്തിന് അയച്ചോള് പാസ് ചെയ്തു. അത് ചെയ്തിട്ട് അദ്ദേഹം ഇതേപോലെ വയലൻ്റ് ആവാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്, ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അവർക്ക് തന്നെ പാസ് ചെയ്യാൻ പറ്റും. തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ് പോയത് എന്ന്. ആ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി ബോധം കെട്ട് വീണ്, പിന്നെ അവൻ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന എനർജി അല്ല അവന്, ആ ഒരു വൈബ്രേഷൻ അല്ല, അവൻ ടോട്ടലി ഇതേപോലെയൊക്കെ ഇവളെന്തൊക്കെയാണോ കാണിക്കുന്നത് അതേപോലെയൊക്കെ അവനും ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെ, കാരണം അതിന് വിശ്വസിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിന് എനിക്ക് തള്ളിക്കളയാനും പറ്റില്ല. നിന്ന നിപ്പിലാണ് ആ കുട്ടി ആ എനർജി അനിയനിലേക്ക് പാസ് ചെയ്തത്. അതായത് ഇവളുടെ അമ്മയോട് പറയുന്ന വാക്ക് ഇതാണ്, നിന്റെ 2 മക്കളെയും ഞാൻ തീർക്കും എന്നാണ് പറയണത്. 2 മക്കളാണ് അവർക്കുള്ളത്. അത് ചിലപ്പോൾ ഇവരുടെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ 2 മക്കളെയും എന്നിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, അവരുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മക്കൾ നാളെ ഇരുന്ന് കരയും. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവരുടെ അമ്മ മരിച്ച അവർ കരയില്ലേ എന്നാണ് ഇവളെന്നെ സ്വയം പറയാണ്. നീയും ഇരുന്ന് കരയും, നിൻ്റെ മക്കളും ഇരുന്ന് കരയും നാളെ എന്ന് പറയും. പിന്നെ അത് കഴിയുമ്പോഴേക്കും അവർ പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്ത് അവൾ ഉറങ്ങി തോന്നുന്നുണ്ട്. ആ രാത്രി ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ്
ഇവര് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ആവാഹനമൊക്കെ ചെയ്ത് അവളെ നോർമലാക്കി. ഇപ്പൊ നോർമൽ ലൈഫ്. അതിനുശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. ഈ ആവാഹനം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാധ ആവാഹിച്ചെടുക്കുക. അതിൽ ഈ റേക്കി, ഈ ഹീലിംഗ് അതൊന്നും? റേക്കിയില് ആവാഹനം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓരോ കാറ്റഗറിയാണ്. ഇപ്പൊ എനിക്ക് മെയിനായിട്ട് വരുന്നത് റിലേഷൻഷിപ്പാണ് റേക്കിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറ് കൂടുതൽ. പക്ഷെ ആവാഹനം ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ആയ ആൾക്കാർ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ റേക്കി മൂലം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സജസ്റ്റ് ചെയ്യാറുള്ളത്. കാരണം ഇതിനൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത്, അല്ലാണ്ട് ഞാൻ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ കാര്യം. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ്റിന് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നത് ആരാണോ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. റേക്കി കൂടെയും ഇത് ഇങ്ങനെ പോകാറുണ്ട്, ചെയ്യാൻ പറ്റും. അത് അവർക്ക് അതിലവർ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ആൾക്കാരായിരിക്കും. ഈ ഒരു അറിവ് പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഭാഗത്തും ഇപ്പം എൻ്റെ ഭാഗത്തിൻ്റെ അവിടെയൊന്നും ഈ ഒരു റേക്കിയിലൂടെ ഒരു ആവാഹനം നടത്താം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയൊന്നും ഇല്ല. ഇപ്പോഴും നമ്മൾ കൂടുതലായിട്ടും ഈ ആസ്ട്രോളജി പരമായിട്ട് അത്തരം മന്ത്രവാദങ്ങളെയാണെങ്കിലും ആ ഒരു പൂജ വിദ്യകളെയാണെങ്കിലും അത് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ഈ റേക്കി കൊണ്ട് നമുക്ക് ആവാഹനം ചെയ്യാൻ പറ്റും, അതേപോലെ അത് ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അത് അവിടെ ഹീൽ ചെയ്ത് മാറ്റാനാണ് പറ്റുന്നത്. ഹീലിംഗ് ആണ്, ഹീലിംഗ് ചെയ്തിട്ടാണ് ഇത് മാറ്റുന്നത്. അതായത് ഞാൻ പറഞ്ഞ അതിന് വേറെ കുറെ ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്കിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതിൽ ചെയ്യേണ്ട കുറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് ചെയ്തിട്ട് ആ ഒരു പർപ്പസ് ചെയ്തിട്ട് അവർ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് കൃത്യമായിട്ട് കാണാനും പറ്റും ഈ ആത്മാക്കളെ, അവരോട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് അത്രമാത്രം മേ ബി എൻ്റെ അടുത്ത് ഞാനത് എൻ്റെ മാസ്റ്റർ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ദർശൻ്റെ അടുത്ത് അതെൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ്, അതെൻ്റെ അഹങ്കാരമായിട്ടല്ല ഒരിക്കലും പറയണത്, ബ്ലെസ്സിങ് ആയിട്ടാണ്. ദർശൻ്റെ ചുറ്റും ഒരു ഡിവൈൻ ഓറയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ആത്മാക്കൾ എൻ്റെ അടുത്ത് അതെൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ്, കണക്ട് ചെയ്ത് വരില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ആവാഹനവും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. അപ്പോൾ ഇതിനായിട്ടിരിക്കുന്ന ഹീലേഴ്സ് വേറെ ഉണ്ട്.